റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറഞ്ഞ എണ്ണയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഞാനിവിടെ നേർത്ത നല്ല ഫൈൻ ആയിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. വറക്കാത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. അതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചോറില്ലാന്നുണ്ടെങ്കിൽ അവലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് നല്ല മഷി പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം ഈ ഒരു പാകത്തിനാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർത്ത് വന്ന് നല്ല പോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ശർക്കര പാനിയാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ദാ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ദാ അരിച്ച് ഞാനിവിടെ മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപാട് അപ്പം തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ദാ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടുത ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ എടുത്താൽ മതി. കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള കൂട്ട് റെഡിയായി കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണുകളൊക്കെ കാണും. അതിൻ്റെ പകുതിയോളം ഞാനിവിടെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതി നമുക്ക് ചുടുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം. സവാള ഉപയോഗിക്കാൻ പാടില്ല. അതും എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിരിക്കുന്നതാണ്. ഏകദേശം ഒരു 5-6 എണ്ണം എടുത്തിരുന്നു. അത് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുത്തതിൽ അതിൻ്റെ ഒരു പകുതിയോളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ബാക്കി പകുതി നമുക്ക് ചുടുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇളം ചൂട് ഈ ഒരു കൂട്ടിന് ഇപ്പോൾ കാണും. ആ ഒരു ചൂടിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. ഇത് ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുകയുള്ളൂ. അപ്പോൾ അതാ നമ്മളുടെ കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ചുട്ടെടുക്കാനായിട്ട് വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായി വരണം. നന്നായി ചൂടായി വന്നതിന് ശേഷം 2 തവിയോളം മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്തോളൂ. ചിലപ്പോൾ അടിയിൽ ഊറിക്കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും ഇതുപോലെ തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളി നമ്മൾ വഴറ്റി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഹൈയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ടാകും. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ പാകമായിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് റെഡി ആയിക്കോളും. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് റവ കൊണ്ടുള്ള കുഞ്ഞി കലത്തപ്പങ്ങളാണ്. സാധാരണ കലത്തപ്പം പച്ചരി ഉപയോഗിച്ചാണ് തയ്യാറാക്കാറ്. ഇതിന് പകരം റവ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ആരോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മധുരപലഹാരത്തിൽ ചെറിയ ഉള്ളി വേണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് കലത്തപ്പം തയ്യാറാക്കുക. ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കൂ. നല്ല രുചിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റവ കൊണ്ടുള്ള കുഞ്ഞിക്കലത്തപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.